ഹലോ മക്കളെ, വെൽക്കം ടു ഐൻസ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നാളെ അവർക്ക് ക്രിസ്മസ് എക്സാം ആണ്. ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അങ്ങ് ബോർഡ് എക്സാം, ഫൈനൽ എക്സാമിന് നമുക്ക് കപ്പടിക്കണം, A+ മേടിക്കണം, അതിന് വേണ്ടിയിട്ട് കൂടിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ പറയാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള എസ്കേപ്പ് വെലോസിറ്റി കുറിച്ചാണ്. ചാപ്റ്റർ നെയിം ഗ്രാവിറ്റേഷൻ എസ്കേപ്പ് വെലോസിറ്റി. അടിപൊളിയല്ലേ മക്കളെ? എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പഠിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എഴുത്. ആദ്യം ആ ഹെഡിങ് എഴുത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഹെഡിങ് എഴുത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാ? mgh എല്ലാവർക്കും അറിയാം. പക്ഷേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ മൈനസ് ഇടണം. ക്യാപിറ്റൽ ജി ഇടണം. m1 ഒന്നാമത്തെ മാസ്, m2 രണ്ടാമത്തെ മാസ്, ഡിവൈഡഡ് ബൈ രണ്ട് മാസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. -g m1 m2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ കൊടുക്കരുത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പഠിച്ചു വെച്ചാലേ എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് വല്ലത് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതാദ്യം എഴുതി വൈ, എന്നിട്ട് അടുത്ത ഹെഡിങ്ങോട്ട് എഴുത്. എസ്കേപ്പ് വെലോസിറ്റി എന്തുവാണ്? എസ്കേപ്പ് വെലോസിറ്റി എന്തുവാണ്? എസ്കേപ്പ് വെലോസിറ്റി ഇത് എർത്താണെന്ന് വിചാരിക്കണം. എർത്തിന്റെ മണ്ടയിലിരിക്കുന്ന ഒരു റോക്കറ്റാണ് ഇതെന്ന് വിചാരിക്കണം. എർത്തിനേക്കാളും വലിയ റോക്കറ്റ് എന്ന് വിചാരിക്കരുത് ഗൈസ്. ഈ റോക്കറ്റിനെ എർത്തിൽ നിന്നും, അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എടുത്ത് പുറത്തോട്ട് എറിയണമെങ്കിൽ ഈ ഒബ്ജക്റ്റിന്, ഈ റോക്കറ്റിന് ഒരു മിനിമം വെലോസിറ്റി കൊടുക്കണോടെ. കയ്യിലൊരു കല്ലിരിപ്പുണ്ട്, ഒരു ജാവൽ ഇരിപ്പുണ്ട്, എടുത്ത് എറിയണമെങ്കിൽ നമ്മൾ എറിയുന്ന സമയത്ത് ഒരു വെലോസിറ്റി കൊടുക്കൂലേ? അതേപോലെ എർത്തിന്റെ മണ്ടയിൽ റോക്കറ്റ് ഇരിക്കുന്നു. റോക്കറ്റിന് അങ്ങ് ദൂരോട്ട് എറിയണം. മാസിലോട്ടോ വല്ല ചന്ദ്രനിലോട്ടോ എടുത്ത് എറിയണമെങ്കിൽ ഇതിനെ എറിയുന്ന സമയത്ത് ഒരു വെലോസിറ്റി കൊടുക്കണം. ആ മിനിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ഡെഫിനിഷൻ എഴുതിക്കോ. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ദ മിനിമം വെലോസിറ്റി with which an object escape from gravitational field. Escape from gravitational field. Escape velocity is the minimum velocity with which an object escape from gravitational field. എർത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. പോടാ എന്ന് പറഞ്ഞിട്ട് ഇത് ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് വെളിയിലോട്ട് പോകും. ആ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റി is the minimum velocity with which an object escape from gravitational field. അടിപൊളിയല്ലേ? അതിന്റെ ഡെറിവേഷൻ പഠിക്കാൻ പോവാണ്. PCQ ആണ്. PCQ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്നാണ്. PCQ എന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രാഫിക് ഡിസൈനർ എഴുതി ഇപ്പൊ കാണിച്ചു. PCQ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മക്കളെ ഇതാ പിടിച്ചോ. ഇതാ എസ്കേപ്പ് വെലോസിറ്റി ഡെറിവേഷൻ. ഇതാ നമ്മള് ഒരു റൗണ്ട് അഥവാ ഒരു ഉണ്ട ഇട്ട് വെച്ചു ഗൈസ്. ഇത് എർത്ത് ആണെന്ന് അസ്യൂം ചെയ്യണം. മാസ് ഓഫ് എർത്ത്. എന്തോന്ന്? മാസ് ഓഫ് എർത്ത്. മക്കളെ ഇതില് റേഡിയസ് ഓഫ് എർത്ത് ഞാൻ വരച്ച് കാണിക്കാണ്. റേഡിയസ് ഓഫ് എർത്ത്, മാസ് ഓഫ് എർത്ത്, റേഡിയസ് ഓഫ് എർത്ത്. അപ്പൊ ഇതല്ലേ എർത്ത്. എർത്തിന്റെ മണ്ടയിലിരിക്കുന്നത്, അത് എർത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന റോക്കറ്റിനെയാണ് നമുക്ക് അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട്, അങ്ങ് ദൂരോട്ട് എടുത്തെറിയേണ്ടത്. അപ്പൊ എർത്തിന്റെ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു റോക്കറ്റ് വേണം. റോക്കറ്റിന് പകരം മക്കളെ പെന്ന് സെറ്റായില്ല. ഓക്കെ, പെന്ന് സെറ്റായി. ഓക്കെ, ദാ ഗ്രീൻ കളറിൽ ഞാനൊരു കുഞ്ഞ് ബബിൾ ഇവിടെ ഇടുന്നുണ്ട്. ദിസ് ഈസ് ദ നമ്മുടെ ന്യൂ റോക്കറ്റ് ഗൈസ്. അതിന്റെ മാസ് സ്മോൾ ലെറ്റർ M എന്നിടാം. ഗ്രീൻ കളറിൽ ഒരു മാസ് ഇവിടെ വച്ചു. ഓക്കെ, അത് സ്മോൾ ലെറ്റർ M. ഇതാണ് നമ്മുടെ റോക്കറ്റ്. ഇവനെയാണ് നമുക്ക് എസ്കേപ്പ് ചെയ്യിക്കേണ്ടത്, എടുത്ത് ദൂരോട്ട് എറിയേണ്ടത്. അപ്പോ ഈ ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഈ മാസിനെ, ആ മാസിന്റെ വാല്യൂ എത്രയാ? സ്മോൾ ലെറ്റർ M-നെയാണ് നമുക്ക് അങ്ങോട്ട് എസ്കേപ്പ് ചെയ്യിക്കേണ്ടത്. അങ്ങ് എവിടെ? ഇൻഫിനിറ്റിയിലോട്ട് പറഞ്ഞയക്കേണ്ടത്. മക്കളെ ഇത് 1 എന്ന് പറയുന്ന പോയിന്റ് ഇടുകയാണ്, തറയിൽ തൊട്ടിടിരിക്കുന്നത്. അതായത് ഗ്രീൻ കളറിലുള്ള മാസ് റെഡ് കളറിൽ, അതായത് നമ്മുടെ എർത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെ ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുന്ന പോയിന്റിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മക്കളെ ഇവിടെ നോക്കിക്കോ. ടോട്ടൽ എനർജി അറ്റ് 1 എന്ന് നല്ല വൃത്തിക്കൊക്കെ എഴുതണം കേട്ടോ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയൊക്കെ ഇരിക്കും. ടോട്ടൽ ഈ 1 എന്ന് എഴുതി വെക്കരുത്. ടോട്ടൽ എനർജി അറ്റ് 1. ടോട്ടൽ എനർജി അറ്റ് 1 എന്ന് പറയുമ്പോൾ മക്കളെ ടോട്ടൽ എനർജി ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഈ റോക്കറ്റിനെ എടുത്ത് എറിയുമ്പോൾ, റോക്കറ്റ് ഇങ്ങനെ ഓടുമ്പോൾ റോക്കറ്റിന് കൈനറ്റിക് എനർജി കിട്ടും മക്കളെ. വളരെ സിമ്പിൾ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതേ ഉള്ളൂ.
പിന്നെ ആരാ എണീറ്റ് ഓടുന്നത്? റോക്കറ്റാ ഓടുന്നത്. ആ റോക്കറ്റിന് എടുത്തെറിയുന്ന ഒബ്ജക്റ്റിനുള്ള കൈനറ്റിക് എനർജി. ഇതാണ് ടോട്ടൽ എനർജി അറ്റ് 1. ഗ്രീനി തൊട്ട് താഴെ ഈക്വൽ ടു ഇടാം. ഈക്വൽ ടു ഇട്ടിട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മക്കളെ നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ. മൈനസ് മൈനസ് ക്യാപിറ്റൽ G M1 M2. M1 എന്ന് പറയുന്നത് ഒന്നാമത്തെ മാസ്, M2 എന്ന് പറയുന്നത് രണ്ടാമത്തെ മാസ്. ഇവിടെ മക്കളെ M1 എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആയിട്ട് എടുക്കുക, ME. അപ്പൊ M1ന്റെ സ്ഥാനത്ത് ME ഇട്. M2 M2 എന്ന് പറയുന്നത് എറിയുന്ന, ഓടുന്ന, പറന്നു പോകുന്ന റോക്കറ്റ് ആണ് മക്കളെ. M സ്മോളറ്റ് M ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. എന്ന് പറയുമ്പോൾ എർത്തിന്റെ സെന്റർ മുതൽ ആ ഗ്രീൻ കളറിലിരിക്കുന്ന റോക്കറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് വിൽ ബി റേഡിയസ് ഓഫ് എർത്ത് ആണ് മക്കളെ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ സ്ഥാനത്ത് ഒരു വാല്യൂ ആയി. ഇനി ആരാ വേണ്ടേ? ഈ പ്ലസ് അതുപോലെ പ്ലസ് ഇട്ടു. ഓക്കെ, അതിനുശേഷം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എഴുതണം. ആർക്കാ കൈനറ്റിക് എനർജി ഉള്ളത്? എടുത്തെറിയുന്ന റോക്കറ്റിന്. റോക്കറ്റാണ് ഓടുന്നത്. റോക്കറ്റ് എവിടേക്ക് ഓടുന്നു? ഇൻഫിനിറ്റിയിലേക്ക് ഓടുന്നു. റോക്കറ്റ് എവിടേക്ക് ഓടുന്നു? ഇൻഫിനിറ്റിയിലേക്ക് ഓടുന്നു. അപ്പോ കൈനറ്റിക് എനർജി ഉള്ളത് റോക്കറ്റിന്. ഗ്രീൻ കളറിലിരിക്കുന്ന നമ്മുടെ ഈ മാസിനാണ് കൈനറ്റിക് എനർജി ഉള്ളത് മക്കളെ. കൈനറ്റിക് എനർജി ½ mv². അടിപൊളി. ഇതാണ് ടോട്ടൽ എനർജി അറ്റ് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ടോട്ടൽ എനർജി. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. ദിസ് ഈസ് ദ ടോട്ടൽ എനർജി അറ്റ് 1. എന്നിട്ട് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എഴുതി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഇപ്പം മെസ്സേജ് ഇടണം. ഓക്കെ ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മെസ്സേജ് ഇടണം. തംസ് അപ്പ് ഇടാൻ പറ്റൂലേ? തംസ് അപ്പ് ഇടാൻ പറ്റുമെന്നാണ് നമ്മളെ. ആരാണ് അതിന്റെ പേരെന്തുവാടാ? നജാദ് പറഞ്ഞിരിക്കുക. അപ്പൊ തംസ് അപ്പ് ഇടണം മെസ്സേജ്. ഓക്കെ മെസ്സേജ് അല്ലേ, കമന്റ് അല്ലേ? യൂട്യൂബിൽ കമന്റ്, നജാദ് പറയുന്നത് കമന്റ്. അപ്പൊ മെസ്സേജ് അല്ല കമന്റ്. യൂട്യൂബിൽ നമ്മൾ കമന്റ് ഇടണം, തംസ് അപ്പ് ഇടണം, സെറ്റ് എന്നിടണം മക്കളെ. ഇനി അടുത്തവിടെ ശ്രദ്ധിച്ചോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കല്ലിനെ എടുത്ത് മേലോട്ടെറിയാണെന്ന് വിചാരിച്ചോണം. കയ്യിലിരിക്കുന്ന ഒരു കല്ലിനെ എടുത്ത് മേലോട്ടെറിയുക. ഈ കയ്യിലിരിക്കുന്ന കല്ല് മേലോട്ടിങ്ങനെ പറന്നു പോകും തോറും കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും? നജാദെ പറയണ, കൈനറ്റിക് എനർജി എന്ത് പറ്റും? കൈനറ്റിക് എനർജി കൂടുമെന്നാണ് നജാദ് പറഞ്ഞത്. തെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പേന എടുത്ത് നിങ്ങൾ മേലോട്ട് എറിയുമ്പോൾ അതങ്ങ് പറന്നു പോവുകയാണോ ചെയ്യുന്നത്? അല്ല, മേളിലോട്ട് പോകും തോറും അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്ന നജാദെ? കുറയും. അതായത് മേളിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്കേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന അങ്ങോട്ട് എല്ലാവരും എടുത്തിട്ട് മേലോട്ട് ഒരു ഏറി മേളിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കൂടി അങ്ങ് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, മേളിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. കൈനറ്റിക് എനർജി കുറയും. അപ്പൊ ശ്രദ്ധിച്ചോളെ, എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു റോക്കറ്റിനെ എടുത്ത് മേലോട്ട് എറിയുമ്പോൾ ആ റോക്കറ്റ് മേലോട്ട് പോകുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും, ഡിക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി അപ്പൊ എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? അപ്പം ഇൻക്രീസ് ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് മക്കളെ, ആലോചിച്ചേക്കണേ. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ഗ്രീൻ കളറിലുള്ള റോക്കറ്റ് പേന പറ്റുന്നില്ല. ഇതൊന്നും കട്ട് ചെയ്യണ്ട. പേന പറ്റുന്നില്ല. പേന എടുത്തു. ഗ്രീൻ കളറിലുള്ള നമ്മളെ റോക്കറ്റ് മേലോട്ട് അങ്ങ് ഇൻഫിനിറ്റി, അങ്ങ് ദൂരെ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങ് മാസോ ചന്ദ്രനോ വല്ലോ ഒക്കെ ആയിരിക്കും. അങ്ങോട്ട് പോവാ. അപ്പൊ നമ്മൾ ഗ്രീൻ കളറുള്ള റോക്കറ്റ് മേലോട്ട് ഇതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ കൈനറ്റിക് എനർജിക്ക് എന്താ പറ്റുന്നേ? കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. ഒരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞാൽ മേലോട്ട് പോകുന്നതോറും കല്ലിന്റെ സ്പീഡും കൈനറ്റിക് എനർജിയും ഒക്കെ എന്ത് ചെയ്യും? ഡിക്രീസ് ആ ചെയ്യുന്നത്. കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്ത് വീണ്ടും കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്ത് മേലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്ത് അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മക്കളെ 0 ആയിട്ട് മാറും. പിടികിട്ടിയ? അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്താവും? 0. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മക്കളെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മാക്സിമം ആയിട്ട് മാറും. ആ മാക്സിമം എന്ന് പറയുന്നതും 0 ആണ്. 0.
കൺഫ്യൂഷൻ ഉണ്ടല്ലേ? എന്നാൽ അത് 0 ആണ്. മാക്സിമം 0 ആണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എർത്തിന്റെ സർഫസിൽ നിൽക്കുമ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മൈനസാണ്, നെഗറ്റീവാണ്. ഓക്കെ, ആ നെഗറ്റീവിൽ നിന്ന് കൂടി 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 അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ഗ്രാവിറ്റേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി 0 ആവും. -5 ആണോ വലുത്, 0 ആണോ വലുത്? അപ്പം 0 അല്ലേ വലുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാവിറ്റേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി അങ്ങ് കൂടി 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 -5 നിന്നും കൂടി -4 ആയി, അതിൽ നിന്ന് കൂടി -3 ആയി, അതിൽ നിന്നും കൂടി -2 ആയി, അതിൽ നിന്നും കൂടി -1 ആയി, അതിൽ നിന്നും കൂടി മാക്സിമം വാല്യൂ ആയിട്ടുള്ള 0 ആയിട്ട് മാറും അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഞാൻ ഒരു ബോക്സ് അടിച്ചിട്ട് 2 എന്ന് വിളിക്കുകയാണ്. ഇൻഫിനിറ്റി അങ്ങ് മാസിൽ നമ്മുടെ സാറ്റലൈറ്റ് അല്ല, നമ്മുടെ റോക്കറ്റ് എത്തി, അവിടെ നമ്മൾ 2 എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് താഴെ എഴുതുകയാണ് മക്കളെ, ശ്രദ്ധിച്ചോ. ടോട്ടൽ എനർജി അറ്റ് 2 എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ടോട്ടൽ എനർജി നിങ്ങൾ പറ. ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 2 എന്ന് എഴുതുന്നതിന് പകരം അറ്റ് ഇൻഫിനിറ്റി എന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി സാധനം അവിടെ ഇട്ടു. ഇൻഫിനിറ്റി ഈക്വൽ ടു 0. കാരണം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി 0. അപ്പൊ ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി വിൽ ബി 0. ഇതിനെ ഞാൻ ഒരു ബോക്സിനകത്ത് എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഏതാണ്ട് ഇവിടെ പെട്ടിക്കകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. ഇക്വേഷൻ നമ്പർ 1 ടോട്ടൽ എനർജി അറ്റ് 1 എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടോട്ടൽ എനർജി. ഇക്വേഷൻ നമ്പർ 2 ഇൻഫിനിറ്റിയിലുള്ള ടോട്ടൽ എനർജി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കൺസർവേഷൻ ഓഫ് എനർജി. എനർജി എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എനർജി എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ എനർജി, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ്, രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ എനർജി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം ഇക്വേഷൻ 1 and 2 എന്ന് അങ്ങോട്ട് എഴുതുക. ഈ രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെയും ടോട്ടൽ എനർജി, ഇവിടെയും ടോട്ടൽ എനർജി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ടോട്ടൽ എനർജി ഇക്വേഷൻ 1 ടോട്ടൽ എനർജിക്ക് പകരം, ഇക്വേഷൻ 1 ടോട്ടൽ എനർജിക്ക് പകരം ഞാൻ 0 എന്ന് കൊടുക്കും. 0 ഈക്വൽ ടു -GMEM ഡിവൈഡഡ് ബൈ RE പ്ലസ് ½ mv². ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് ആ വാല്യൂ അങ്ങ് കൊടുത്തു. ടോട്ടൽ എനർജിയുടെ സ്ഥാനത്ത് 0 ഇട്. വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്ക് ഇതിനകത്ത് വേണ്ടത് എസ്കേപ്പ് വെലോസിറ്റി ആണ്. അതായിരിക്കുന്നു നമ്മുടെ വെലോസിറ്റി ഈ VA. ഇനിയെങ്കിലും നിങ്ങൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കണം, VE എന്ന് വിളിക്കണം. കാരണം ഇത് എസ്കേപ്പ് ചെയ്ത് അങ്ങ് എവിടെ പോയി? ഇൻഫിനിറ്റിയിലേക്ക് പോയി. ഇനി നിങ്ങൾക്ക് ഈ VEയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ആദ്യം ഈ ടേമിനെ ഈക്വൽറ്റിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഈക്വൽറ്റിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ G MEM by RE, ക്യാപിറ്റൽ ലെറ്റർ G MEM by RE ഈക്വൽ ടു 1/2 MBE². സെറ്റ് ആണെങ്കിൽ സെറ്റ് അടിക്കണേ, സെറ്റ് ആണെങ്കിൽ സെറ്റ് അടിക്കണേ മക്കളെ. അപ്പകത്തും ഇപ്പകത്തും ഒരുപോലുള്ള എമ്മുകളെ കട്ട് ചെയ്യും. അപ്പകത്തും ഇപ്പകത്തും ഒരുപോലുള്ള എമ്മുകളെ കട്ട് ചെയ്യും. ബാക്കി പിന്നെ എന്താ ഉള്ള? ക്യാപിറ്റൽ ലെറ്റർ G ME by RE, ക്യാപിറ്റൽ ലെറ്റർ G ME by RE ഈക്വൽ ടു 1/2 VE². VE ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. VE മക്കളെ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. ഈ 2 എന്ന് പറയുന്നതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? 2 ക്യാപിറ്റൽ ലെറ്റർ G ME by RE ഈക്വൽ ടു VE². VE ആണ് വേണ്ടത്, VE² അല്ല. സ്ക്വയറിനെ പിടിച്ച് ഇപ്പുറത്തോട്ടിട്. VE ഈക്വൽ ടു √2 GME by RE. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ ആണ് കഴിഞ്ഞിരിക്കുന്നത്. 2 മാർക്ക് നാളത്തെ എക്സാമിന് കിട്ടിയിരിക്കും. PCQ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ മക്കളെ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരൊറ്റ കാര്യം കൂടി. ഒന്ന് കാണാതെ പഠിച്ചോ. ഇപ്പൊ ഒന്ന് കാണാതെ പഠിച്ചോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല അങ്ങനെ എഴുതി പോയി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല മക്കളെ സ്മോൾ ലെറ്റർ G. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മറ്റേ 9.8 ഇല്ലേ ആ സാധനം. സ്മോൾ ലെറ്റർ G ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ G ME ഡിവൈഡഡ് ബൈ RE². ഇതാണ്
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല, സ്മോൾ അറ്റ് ജിയുടെ ഫോർമുല. എസ്കേപ്പ് വെലോസിറ്റി കഴിഞ്ഞു, ഒരു കുഞ്ഞ് ഡീവിയേഷൻ കൂടി എടുത്ത് വെക്കുന്നതാണ്, വേറെ ഒന്നും ആരും വിചാരിക്കേണ്ട. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ അറ്റ് ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ജി me by r സ്ക്വയർ. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് വെച്ചാൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷനകത്ത് ഒരു me ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ me ഉണ്ട്. അതിന് പകരം എനിക്കൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഇതിനെ കോസ് മൾട്ടിപ്ലൈ ചെയ്ത് സ്മോൾ ലെറ്റർ ജി re സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ജി me. ക്യാപിറ്റൽ ലെറ്റർ ജി ക്ക് പകരം സ്മോൾ ലെറ്റർ ജി re സ്ക്വയർ കൊടുക്കാം. സൗകര്യം കൊടുത്താൽ മതി, സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നേരത്തോടെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി സന്തോഷത്തോടെ നിങ്ങൾക്ക് പോവാം. എങ്കിൽ ഒരു കുഞ്ഞ് ഡീവിയേഷൻ മക്കളെ. അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ ജി ക്ക് പകരം 2 ഇൻറ്റു എന്ത് വരും, സ്മോൾ ലെറ്റർ ജി re സ്ക്വയർ ഡിവൈഡഡ് ബൈ re എന്ന് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മേലെയും താഴെയും ഉള്ള ആറികളെ കട്ട് ചെയ്ത് കളാ. എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു GRE. Escape velocity equal to root of 2 into GRE. ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, ഇതൊക്കെ ഡീവിയേറ്റ് ചെയ്ത് അങ്ങ് പോകുന്നതാണ്. ഇത്രയും നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇന്ന് ഞങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ് മക്കളെ. ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് കിട്ടുന്ന ഒരു വാല്യൂ VO ഈക്വൽ ടു റൂട്ട് GRE എന്നൊരു ഫോർമുല ഉണ്ട് കേട്ടോ. VO ഈക്വൽ ടു റൂട്ട് GRE, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഓയാ ഇട്ട് വെച്ചിരിക്കുന്ന VO ഈക്വൽ ടു റൂട്ട് GRE എന്നൊരു ഫോർമുല ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് ഒരിക്കൽ കൂടി മാറ്റി എഴുതാം. എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ടു ബാക്കി ഈ സാധനം റൂട്ട് GRE, അതിന് പകരം VO എന്ന് കൂടെ. അതായത് എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ, വേറെ ക്വസ്റ്റ്യനാ, എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കണം. ഇതൊന്നും കാണാതെ തൽക്കാലം പഠിച്ചു പോയി. കാരണം നമ്മുടെ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇതുവരെ ഈ മഞ്ഞ നിറത്തിൽ കണ്ടത് വരെ എഴുതി പരീക്ഷയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് 2 മാർക്ക് നാളെ കിട്ടും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ PCQ ആണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. നമ്മുടെ ക്രാഷ് പ്രോഗ്രാം +2 പിള്ളേർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എൻട്രൻസ് കോച്ചിങ് നടക്കുന്നുണ്ട്. എല്ലാവരും ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ അല്ലേ?